ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കേസരി ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാനിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് അത് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കിസ്മസും കൂടി ഇട്ട് അത് മുരിഞ്ഞ് വന്നപ്പോൾ കോരി വെച്ചത് മാറ്റി വെച്ചൊരു പ്ലേറ്റിലോട്ട് എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൻ്റെ അകത്ത് വറുത്തെടുത്ത് അത് മാറ്റി വെച്ച് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം പാനിലോട്ട്. ആ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഒരു 150 ഗ്രാമോളം റവയാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. ആ റവ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേനും ശരിക്കും മൊരിഞ്ഞിട്ട് വേണം, നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ റവ വറുക്കണേണ്. അതിലോട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി, ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലൊരു സ്പൂണാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളൂ, മധുരം വേണ്ടവർക്ക് നന്നായിട്ട് ചേർക്കാം. ഞങ്ങൾ 1 സ്പൂൺ പഞ്ചസാര ചേർത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അത് കാരണം പഞ്ചസാരയുടെ അളവ് കുറച്ചത്. മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച പാല്, നല്ല തിളച്ച ചൂടുള്ള പാലാണ്, അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിന് അതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് ആ പാല് ഒഴിച്ച് കൊടുത്തിട്ട് വേണം, അതിപ്പോൾ നന്നായിട്ട് തിളക്കണുണ്ട്, നല്ല തിളച്ച പാലായിരുന്നു ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അത് കുറുകി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം എല്ലായിടത്തും ചേരുന്ന രീതിയിൽ ശരിക്കും അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഡപ്പിയുടെ അകത്തോട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലത്തോട്ട് ഇതിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് അമർത്തി ഫില്ലാക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒന്ന് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് എല്ലാ സൈഡും 4 സൈഡും നന്നായിട്ട് നിർത്തി കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ മുരിയിച്ച് വെച്ച പഴമാണ്, നേന്ത്രപ്പഴം നെയ്യിൽ വറുത്ത പഴമാണ്. ആ പഴം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പഴം എല്ലാ സൈഡിലോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടൊന്ന് ശരിക്കും ഒന്ന് അമർത്തി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത് വെച്ചൊന്ന് അമർത്തി കൊടുക്കണേ, നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് പഴം ഒന്ന് അമർത്തി വെച്ച്, അല്ലെങ്കിൽ അത് ചൂടാറി കഴിയുമ്പോൾ വിട്ട് പോരും. അപ്പോൾ നമ്മളൊന്ന് സെറ്റ് ആവണ വരെ ഒന്ന് അമർത്തി വെക്കണം. അതിൻ്റെ അകത്തോട്ട് വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മസും കൂടി വറുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നിരത്തി നന്നായിട്ട് ശരിക്കും 4 സൈഡിലും എല്ലായിടത്തും നിരത്തി വെച്ചിട്ട് അത് ഇതേപോലെ തന്നെ ശരിക്കും ഒന്ന് അമർത്തി വെക്കണം, അല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വിട്ടുപോരും. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ വേണം അതിലോട്ട് നന്നായിട്ട് ഇട്ടിട്ട് അമർത്തി വെക്കാൻ. നല്ലോണം അമർത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും അമർത്തി എല്ലാം സെറ്റാക്കി ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. അപ്പോൾ നമ്മളത് ആ ബോക്സ് അടച്ച് വെച്ച് തണുപ്പ് വേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കേസരി നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തത് ഇങ്ങനെ ഇഷ്ടമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.